ഗൈസ്, ഞങ്ങൾ ഇന്ന് അനുവിന് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുക. വേണ്ട, ഡ്രൈവിംഗ് ക്ലാസ് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാണാം. ശരിയാ സോറേ. ഞങ്ങൾ ഡ്രൈവിംഗ് സ്കൂളിൽ വണ്ടി ഓടിച്ച് പഠിക്കാൻ പോവുകയാണ്. ഞാൻ ശിച്ചപ്പനും ഉണ്ട്. ശിച്ചപ്പൻ പിണങ്ങിയിരിക്കുകയാണ്. ശിച്ചപ്പൻ കണ്ട നോക്കോ, കാണണ്ട. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഡ്രൈവിംഗ് പഠിക്കുന്നിടത്ത് എത്തിയിരിക്കുകയാണ്. ശിച്ചപ്പാ എങ്ങനെയുണ്ട്? സൂപ്പറാണ്. വെള്ളത്തിന്റെ അടിയില അതെങ്ങനെ ഫോട്ടോ എടുക്കും? അനു ഡ്രൈവിംഗ് പഠിക്കുന്ന സമയം കൊണ്ട് ഫുഡ് കഴിച്ചിട്ട് വരാമല്ലോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞു. ദോശ അപ്പം മറന്നു തരാം. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടുത്തെ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പേടിക്കാതെ കാര്യം പറയാം. സിറ്റപ്പന്റെ അഭിപ്രായം പറയാം. ഇതെങ്ങനെയുണ്ടെന്ന്. പേര് വന്നപ്പോ ടൈല് പൊട്ടിത്തെറിച്ചു. എടി വണ്ടി വേര് പോയിട്ടേ, ഇത് കണ്ട, വേര് പോയിട്ട് ടൈലെല്ലാം പൊട്ടിത്തെറിച്ച് പൊട്ടിപ്പോയി. വന്നിരുന്നിട്ടുണ്ട്. സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വന്ന, പക്ഷെ മാറിയിരുന്നത് അവര് മാറിയിരുന്നത് ഇവിടെ നിറച്ച് വെയിലായോണ്ട് മനസ്സിലാക്കാനുള്ള ബുദ്ധി എന്റെ ബ്ലോഗറിന് കിട്ടിയില്ല. അല്ല, നമുക്ക് ഇവിടെ പെട്ടെന്ന് ഒരു സീറ്റ് കിട്ടിയെന്നും പറഞ്ഞ് നമ്മളിവിടെ വന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ വെയിലടിക്കണോണ്ടാണ് അവർ മാറിയിരുന്നത്. പക്ഷെ നല്ല വെയിലുണ്ട്. അവിടെ സീറ്റ് ഉണ്ടായിരുന്നു, അവിടെ പോയി ഇരിക്കാന്ന് പറഞ്ഞിട്ടാണ് ഈ വട്ടത്തിൽ സമ്മതിക്കുന്നത്. അവിടെ വരെ നടക്കണ്ടേ? നടന്ന നല്ലല്ലേ ചിറ്റപ്പ? നല്ലതാണ്. നല്ല വെയിലുണ്ട്. നമുക്ക് ആവശ്യം വരുന്നതൊക്കെ എടുക്കാം. എപ്പോഴും ഞാൻ അടുത്തടുത്ത് ഇവിടെ പോയി ഇല്ല പോയിരിക്കും. ഇല്ല നിക്കി അടിപൊളി മലയാണ് ഗൈസ്. മല കയറിയാണ് വരുമ്പോഴാണ് ഐ ലവ് യു ചേർത്തല. ഐ ലവ് യു ചേർത്തല. പക്ഷെ ഞാനിതിപ്പോഴാടി കാണുന്നത്. ഹലോ ഗൈസ്, നമ്മൾ കുഞ്ഞാ കളിക്കാൻ വന്നിരിക്കുവാണ്. അത് വെറുതെ ആണ് ഗൈസ്. അപ്പൊ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഷെയർ ചെയ്യണം മറക്കല്ലേ കേട്ടോ ഗൈസ്. നമ്മള് ശിച്ചപ്പനും കൂടി പാർക്കിൽ വന്നിരിക്കുകയാണ് ഗൈസ്. നോക്കിയ പാർക്ക് നോക്കൂ, ക്യാമറ നോക്കടോ. കായ കാണിച്ചു, രണ്ട കാണിച്ചു, ചൂ കാണിച്ചു, കാണിക്കണില്ലേ? അയ്യോ പറന്നേ ഹിജവ മറന്നു. എങ്ങനെയുണ്ട് അനു? പാർക്കിനെ പറ്റി പറ. അനു പറ, പാർക്കിനെ പറ്റി പറ. ആണോ? നല്ല അവിടെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട് ആ ചാടുന്ന സാധനമൊക്കെ. അതവര് കാശ് മുടക്കി പിള്ളേർക്ക് കയറാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനം. പാർക്ക് വലിയവർക്ക് കൂടെ അഫോർഡബിൾ അല്ലേ? ആള് വണ്ടർലയൊക്കെ ഉണ്ടല്ലോ. വണ്ടർലയില് ഇല്ല, ഇതിന് നിർത്താൻ പറ്റത്തില്ല. കാണാനുണ്ട്. പക്ഷെ അനുവിന് കയറണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് കണ്ട, അനുവിന് കയറണമെന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഈ കാള കണ്ട പോലെ കയറണമെന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്.
സിജപ്പൻ കയറുകയാണ് ഗൈസ്. നോക്കൂ, ഇതിലേ കൂടി പോയി കഴിഞ്ഞാൽ അതിലേ കൂടി വരുമായിരിക്കും. കണ്ടോ ഉള്ള സ്ഥലം കൊച്ചു ഞാൻ കളിച്ചിട്ടൊന്നുമില്ല. ഇത് മോളത് ഇതാണ്. ഓ ഇങ്ങനെയാ. അതായത് റെഡ് വെച്ച് അടിച്ച് ഞാൻ നിന്റെ ബോട്ടിലിടണം, മനസ്സിലായോ? ആ മറ്റേ ഫുട്ബോൾ കളിക്കണ പോലെ തന്നെ. ഇത് എന്റെ ടീം, ഇത് എനിക്ക് നീല മതി. എനിക്ക് നീല. ഓക്കെ, ലോ പവർ മോഡൽ. ഹായ് ഗൈസ്, ഞങ്ങളുടെ വീടിന്റെ തൊട്ട് പറ്റയുള്ള സ്ഥലമാണ് ഇത്. ആ രീതിയിൽ അവിടെ നിന്ന് ഒഴുകി വരുന്നുണ്ട്. ഇതിന് ചെറിയ ചെറിയ റൈഡിൽ മാത്രമേ എൻ്റെ മകൻ കയറത്തുള്ളൂ. കാരണം അവന് പേടിയാണ്. പേടിയുടെ അസുഖമുണ്ട്. അതുമല്ല ഒരു 5 മീറ്റർ നമ്മളെ കഴിഞ്ഞിട്ട് മാറി നടക്കുന്നില്ല. അതാണ് എൻ്റെ കൊച്ച്. അങ്ങനെ വേണം. അതുകൊണ്ട് നമ്മൾ സേഫാണ്. നമ്മൾ പാർക്കിൽ വന്നിരിക്കുകയാണ്. പാർക്ക് എവിടെയാണ്? വീടിന്റെ തൊട്ടപ്പുറത്ത്. അതാണ് എന്റെ ഹൈലൈറ്റ്. നമ്മൾ കാണുന്നതിന്റെ കടയിലെ ഈ തെങ്ങിന്റെ അപ്പുറത്ത് നമ്മുടെ വീടാണ്. അല്ലേ, ഒരു തെങ്ങിന്റെ അപ്പുറത്തില്ല. ആ കാണുന്ന ലൈറ്റ് ഒക്കെ ഇല്ല, ആ പനയൊക്കെ ഞങ്ങളുടെ വീടായി. ഞങ്ങളുടെ വീടിന്റെ അവിടെ സൈഡായിരിക്കും. പാർക്കിന്റെ അപ്പുറത്തുള്ള വീട്, അല്ല വീടിന്റെ അപ്പുറത്തുള്ള പാർക്ക്. ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കാൻ പറ്റില്ല. ഇന്ന് പാർക്കില്ല. ഞങ്ങൾ ഇന്ന് വന്നത് തന്നെ ഞായറാഴ്ച ഇല്ലെന്ന് പറഞ്ഞു. ഞായറാഴ്ച ഇല്ല, ശനിയാഴ്ച ഇല്ല, ഞായറാഴ്ച ഉള്ളതെന്ന് പറഞ്ഞു. ഞങ്ങൾ ജസ്റ്റ് വെറുതെ നോക്കാം, വീട്ടിൽ അതുവഴി നേരെ പോകാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ ചെയ്യാം. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ വന്ന് ഊഞ്ഞാലാടാൻ. എനിക്കിവിടെ 8 മണി വരെ ഇരുന്ന് ഊഞ്ഞാലാടിയാൽ കൊള്ളാമെന്നുണ്ട്. ചീക്കുട്ടിക്ക് പക്ഷെ സമ്മതിക്കുന്നില്ല. ചീക്കുട്ടിക്ക് കുടുംബിനിയാണ്. വീട്ടിൽ പോകണം. അപ്പൊ നമുക്ക് വീട്ടിൽ പോയേ പറ്റത്തുള്ളൂ. മഞ്ഞുടുപ്പിട്ട ചേച്ചി, മഞ്ഞുടുപ്പിട്ട ചേച്ചീനെ എനിക്കിപ്പോ വേണ്ട. ചേച്ചിയുടെ വല്ലു കൂടെ കൊള്ളാൻ കേട്ടോ. അതാ ചേച്ചിക്ക് ഈ പാർക്കിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേണ്ടോ? അയ്യോ ദൈവമേ, അവർക്ക് നമുക്ക് വട്ടാണെന്ന് ഓർക്കുള്ളൂ. നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടോ. അങ്ങനെയൊന്നും ഓർക്കത്തില്ല. നമ്മുടെ പിന്നെ അവരുടെ തല്ലുകൂടെ കൊള്ളാഞ്ഞിട്ടാണ് കൊച്ചു. പക്ഷെ ചേച്ചി പൂക്കിയാണെന്ന് തോന്നുന്നു. എന്റെ പൂക്കി ക്ലിപ്പൊക്കെ തൊക്കി വെച്ചിട്ടുണ്ട്. എന്റെ പോലത്തെ പൂക്കി, എന്റെ പൂക്കി ക്ലിപ്പ് കണ്ടത് തലയിരിക്കുന്ന ക്ലിപ്പായിരിക്കും. അതായിരിക്കും മഞ്ഞ മുള്ളു മഞ്ഞ. ചേച്ചീനെ നമ്മൾ പുറകെ കളിച്ചരാം. ഫ്രണ്ട് കാണിച്ചതിന് അവർ ചേച്ചി ഓഫ് ചെയ്യും. കൊള്ളാല്ലേ, ഇപ്പം ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.